السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين. ما بعد. ഇന്ന് നമ്മുടെ വിഷയം തക്ബീറാണ്. വിശുദ്ധമാവുന്ന പെരുന്നാളുകൾ സത്യവിശ്വാസികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന സന്തോഷിക്കുന്ന ദിവസങ്ങളാണ്. പെരുന്നാളിൻ്റെ ഏറ്റവും പുണ്യമായ ഒരു ആരാധന എന്ന് പറയുന്നത് തക്ബീറാത്തുകളാണ്. രണ്ട് പെരുന്നാളിനും തക്ബീറാത്തുകളുണ്ട്. പെരുന്നാളിൽ കൂടുതൽ നാം കേൾക്കുന്നതും പള്ളികളിൽ നിന്ന് നാം കേൾക്കുന്ന ശബ്ദം തക്ബീറിൻ്റെ ശബ്ദമാണ്. ബലിപെരുന്നാളിൻ്റെ തക്ബീർ എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് മുത്തലക്കായ തക്ബീറും മറ്റൊന്ന് മുഖയ്യദായ തക്ബീറും. മുത്തലക്കായ തക്ബീർ തുടങ്ങുന്നത് പെരുന്നാളിൻ്റെ രാത്രി സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിൽ ഇമാമ് കൈകെട്ടുന്നത് വരെയാണ് അതിൻ്റെ സമയമെന്ന് പറയുന്നത്. ആ സമയത്ത് പള്ളികളിലും അങ്ങാടികളിലും വീടുകളിലും വഴികളിലുമെല്ലാം മുഅ്മിനീങ്ങൾ തക്ബീർ ചൊല്ലണമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. എല്ലാ സമയത്തും തക്ബീർ ചൊല്ലണം. അതിന് മുത്തലഖ് എന്ന് പറയും. രണ്ടാമത് മുഖയ്യദാണ്. ആ മുഖയ്യദ് എന്ന് പറയുന്നത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള തക്ബീർ. അത് മയ്യത്ത് നിസ്കാരത്തിൻ്റെ ശേഷവും ആ തക്ബീർ സുന്നത്തുണ്ട്. ആ തക്ബീർ തുടങ്ങുന്നത് അറഫാ ദിവസം സുബ്ഹ് മുതൽ, അറഫാ ദിവസം സുബ്ഹ് നിസ്കാരത്തിന് ശേഷം മുതൽ അയ്യാമുത്ത് ശരീഖിൻ്റെ അസർ വരെയാണ് അതിൻ്റെ സമയമെന്ന് പറയുന്നത്. ആ തക്ബീറിൻ്റെ സമയമെന്ന് പറയും. അതിന് മുഖയ്യദ് എന്നാണ് പറയുന്നത്. പിന്നെ ബലിപെരുന്നാളിൻ്റെ മറ്റൊരു തക്ബീറിൻ്റെ രൂപം എന്ന് പറയുന്നത് ദുൽഹിജ്ജ 1 മുതൽ ഉളുഹിയ്യത്തറുക്കാൻ സാധുവാകുന്ന മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലണം. അതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ തക്ബീർ ചൊല്ലണം. അപ്പോൾ വലിയ പുണ്യമുള്ള ഒരു ഇബാദത്താണ് പെരുന്നാളുകളിൽ തക്ബീർ എന്ന് പറയുന്നത്. ആ തക്ബീർ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് തക്ബീർ എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മീസാൻ തുലാസിൽ നാളെ പരലോകത്തിൽ ഏറ്റവും ഘനമുള്ള ഒന്നാണ് തക്ബീർ എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാൾ ഒരു തക്ബീർ ചൊല്ലുമ്പോൾ അയാൾക്ക് അള്ളാഹു 20 ഹസനാത്തുകളാണ് അള്ളാഹു നൽകുന്നത്. അതുപോലെ 20 സയ്യിആത്തുകളും അയാളിൽ നിന്ന് അള്ളാഹു മായ്ച്ചു കൊടുക്കുമെന്ന 20 ദോഷങ്ങളാണ്, അവൻ്റെ പാപങ്ങളാണ് അള്ളാഹു ഒരു തക്ബീർ കൊണ്ട് പൊറുക്കപ്പെടുന്നത് എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തക്ബീർ വളരെ പുണ്യമായ അമലാണ്. എങ്ങനെയാണ് തക്ബീർ ചൊല്ലേണ്ടത്? തക്ബീറിൻ്റെ ഒരു ചെറിയ രൂപം എന്ന് പറയുന്നത് അല്ലാഹു അക്ബർ എന്നാണ്. അതിൻ്റെ ഒരു മിതമായ രൂപം എന്ന് പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ